രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് കാസർഗോഡ് കാലിക്കടവിൽ തുടക്കം. വാർഷികാഘോഷത്തിന്റെയും പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം വികസനത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും പിന്തുണയും തേടുക കൂടി ലക്ഷ്യമിട്ടാണ് എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കാലിക്കടവിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രണ്ടായിരത്തി 2016 ജനങ്ങളാകെ ശപിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നശിച്ചു കിടന്നിരുന്ന സംസ്ഥാനത്തിന്റെ ഭരണം LDF ഏറ്റെടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ തകർച്ചയെ മറികടന്നാണ് ഇന്ന് കാണുന്ന കേരളം 9 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയത്. ഇതിനിടെ നിരവധി പ്രതിസന്ധികൾ കേരളം അഭിമുഖീകരിച്ചു. പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സഹായിക്കേണ്ട കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. എന്നാൽ അതേ കേന്ദ്രത്തിന് തന്നെ കേരളത്തിന് ഒന്നിനു പിറകെ ഒന്നായി അംഗീകാരങ്ങൾ നൽകേണ്ടി വന്നു. ഇതെല്ലാം സാധ്യമായത് ജനങ്ങളുടെ പിന്തുണയോടെയെന്നും മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോൾ പ്രവഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. മന്ത്രിമാരായ KN ബാലഗോപാൽ, V അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും കാസർഗോഡ് ജില്ലയിലെ MLA-മാരും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കാസർഗോഡ് നിന്ന് ക്യാമറമാൻ മോനിഷ് മോഹനൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.